കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കരുത്തരായ ഒഡീഷയാണ് നേരിടാനായിട്ട് പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ തന്നെയാണ് നാളെ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാകാനായിട്ട് പോകുന്നത്. കാരണം ISL ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ദിമിത്രിയോസിന് തൊട്ട് താഴെയായി നിൽക്കുന്ന റോഹിത് കൃഷ്ണയെ ബ്ലാസ്റ്റേഴ്സ് പേടിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് അത്ര നല്ല ഫോം ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹം അത് കഴിഞ്ഞ് ഫോമായി വരുന്ന പല മത്സരങ്ങളും നമ്മൾ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ പേടിക്കുക തന്നെ വേണം. ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് കരുതി തന്നെ ഇരിക്കണം റോഹിത് കൃഷ്ണയെ. അതുപോലെ തന്നെ ഡീഗോ മൗറീഷ്യോ, എടുത്തു പറയേണ്ട താരമാണ് ഡീഗോ മൗറീഷ്യോ പേടിക്കുക തന്നെ വേണം. എപ്പോഴാണ് ആ താരം ഡേഞ്ചറായി മാറുകയെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തേയില്ല. കാരണം ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും തമ്മിൽ ആദ്യപാദ മത്സരം കളിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ആദ്യ പകുതി മൊത്തം ഡീഗോ മൗറീഷ്യോ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ നിഷ്പ്രയാസമാണ് വെട്ടിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിലേക്ക് പന്തുമായി കയറി വന്നത്. എന്തു തന്നെയായാലും ഡീഗോ മൗറീഷ്യോ ബ്ലാസ്റ്റേഴ്സ് പൂട്ടുക തന്നെ വേണം. അതിന് ലെസ്കോയ്ക്കും അതുപോലെ തന്നെ മിലോസിനും കഴിയുകയും ചെയ്യും. ലെസ്കോ റോഹിത് കൃഷ്ണയെ നോക്കുകയും അതുപോലെ തന്നെ മിലോസ് ഡീഗോ മൗറീഷ്യോ നോക്കുകയും ചെയ്താൽ ബ്ലാസ്റ്റേഴ്സിന് അവരെ രണ്ടുപേരും ഈസിയായി തന്നെ പിടിച്ചു കെട്ടാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മധ്യനിരയിൽ നിന്നും അഹമ്മദ് ജാഹുവിൻ്റെ ലോങ് ബോളുകൾ എന്തായാലും ഒഡീഷയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പേടിക്കേണ്ടതുണ്ട്. കാരണം അവർ ലോങ് ബോളിൽ നിന്നുമാണ് കൂടുതൽ കൗണ്ടർ അറ്റാക്കുകൾ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ബോളുകൾ ബ്ലാസ്റ്റേഴ്സ് സൂക്ഷിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ദുഃഖിക്കേണ്ട. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ലോങ് ബോളുകളും അതുപോലെ തന്നെ ഡീഗോ മൗറീഷ്യോയും റോഹിത് കൃഷ്ണയും ഒന്ന് ശ്രദ്ധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ മത്സരം ഈസിയായി വിജയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും.